ഇത് ആത്യന്തികമായിട്ട് ഞാൻ തന്നെയാണ്. ഞാൻ പണ്ട് ലാലുമായി ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പിന്നീട് ഞാൻ തനിച്ച് ഇവിടെ മലയാളം സിനിമ ചെയ്തുകൊണ്ടിരുന്നതും പിന്നീട് അത് കഴിഞ്ഞിട്ട് തമിഴ് സിനിമ ചെയ്ത് കഴിഞ്ഞതും അതിനുശേഷം ഇപ്പോൾ ബോളിവുഡിൽ ചെയ്തു, അതിനിടയ്ക്ക് ഹിന്ദി തെലുങ്ക് ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ മാനസികാവസ്ഥയ്ക്ക് എൻ്റെ ജീവിത അന്തരീക്ഷത്തിന് കുറേ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്, ജീവിത സൗകര്യങ്ങളുണ്ടായിട്ടുണ്ട്, എനിക്ക് പോപ്പുലാരിറ്റി ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ബേസിക്കലായിട്ട് ഞാൻ തന്നെയാണ്. എൻ്റെ ആ പഴയ മാനസികാവസ്ഥയൊക്കെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെ മാറാൻ ശ്രമിച്ചാൽ പോലും എനിക്ക് പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഒരു സിനിമാ സംവിധായകനാകുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു അതൊക്കെ തന്നെ, ആ ശീലങ്ങളും ആ സ്വഭാവങ്ങളും ഒക്കെ എന്നിൽ ഇന്നുമുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഒരു പ്ലസ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് അതേപോലെ ചിന്തിക്കാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ റാംജി റാവുവിന് വേണ്ടിയിട്ട് കഥ ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ ഉള്ള ആ മാനസികാവസ്ഥയിൽ നിന്നും വലിയ മാനസികാവസ്ഥയ്ക്ക് മാറ്റമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ പ്രായം, എൻ്റെ അനുഭവ സമ്പത്ത്, പിന്നെ എൻ്റെ ജീവിത സൗകര്യങ്ങളിലുള്ള മാറ്റങ്ങൾ, എൻ്റെ പോപ്പുലാരിറ്റി, എൻ്റെ സിനിമകളുടെ വിജയം, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും എന്നെ പേഴ്സണലായിട്ട് ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോഴും ആ പഴയ ലഹരിയിൽ തന്നെയാണ് ഇപ്പോഴും കഥകളുണ്ടാക്കുന്നതും സിനിമകളുണ്ടാക്കുന്നതും സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ ക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അതിനപ്പുറത്തേക്ക് ഞാൻ എന്നിലേക്ക് തന്നെ എപ്പോഴും പഴയ ഞാനും ഇപ്പോഴത്തെ ഞാനും എന്ന് പറയുന്ന ഇപ്പോഴത്തെ മറ്റുള്ളവരുടെ മുൻപിലുള്ള ഞാനും വേറെയാകാൻ ഞാൻ ശ്രമിക്കാറില്ല. ഞാൻ എപ്പോഴും പഴയ പോലെ തന്നെയാണ്. പക്ഷെ കാണുന്നവർക്ക് ചിലപ്പോൾ വ്യത്യാസം അനുഭവപ്പെടാം. കാരണം അത് എൻ്റെ ശാരീരികമായ മാറ്റങ്ങൾ, അന്നത്തെ രൂപം കൊണ്ട് ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അനുഭവപ്പെടാം. പിന്നെ എൻ്റെ ജീവിത സൗകര്യങ്ങൾ മാറിയിട്ടുണ്ട്, അതൊക്കെ കൊണ്ട് അനുഭവപ്പെടാം. എങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ പഴയ ആൾ തന്നെയാണ്. അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ. അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇവിടെ സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയുന്നതാണല്ലോ പ്രേക്ഷകരോട്. എൻ്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയുന്നതാണ് എൻ്റെ സിനിമ, അല്ലേ? അപ്പോൾ അത് ഞാനിവിടെ പറയുമ്പോൾ ഇവിടുത്തെ ആളുകളെക്കുറിച്ചും ഇവിടുത്തെ ജീവിതാന്തരീക്ഷത്തെക്കുറിച്ചും ഈ മലയാളിയുടെ പ്രത്യേകതയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. കാരണം അവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് തമിഴിലേക്ക് മാറുമ്പോൾ മാനസികമായിട്ട് ഞാൻ മാറണം. ഇപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ മലയാളമല്ലല്ലോ പറയുന്നത്, തമിഴിലാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഞാൻ തമിഴ് നാട്ടുകാരനായതുകൊണ്ടല്ല. അവിടെ അവർക്ക് മനസ്സിലാകണമെങ്കിൽ തമിഴ് ൻ്റെ രീതിയിൽ അവരുടെ കഥാപാത്രങ്ങളെ കുറിച്ച് വേണം അവരോട് പറയാൻ. അപ്പോൾ ഈ മെയിൻ കണ്ടൻറ്റിനെ അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു പറിച്ചു നടലാണ് ശരിക്കും. ഈ കഥയെ ആ നാട്ടിലേക്ക് പറിച്ചു നടലാണ്. അത് തെലുങ്കിലേക്ക് പോയാൽ അവിടെ പറിച്ചു നടണം, ഹിന്ദിയിലേക്ക് പോകുമ്പോഴും അവിടെ പറിച്ചു നടണം. അതൊരു മോശം കാര്യമായിട്ടല്ല. ഇപ്പോൾ എൻ്റെ പ്രേക്ഷകൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന എൻ്റെ കഥകളും എൻ്റെ സിനിമകളും ആസ്വദിച്ചിരുന്നൊരു പ്രേക്ഷകർക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ ഇന്ന് വലുതായിരിക്കുന്നു. എൻ്റെ സിനിമ ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ആളുകളും കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിലുള്ളവരും കണ്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ എടുത്ത് വായിച്ചു, പാകിസ്ഥാനിൽ 68 കോടി എന്തോ ബോഡി ഗാർഡ് കളക്ട് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒരു റെക്കോർഡാണ്. അപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ എന്നല്ല, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ അഭിമാനം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ രീതിയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് എല്ലായിടത്തും ശരി എന്ന് പറയുന്ന നമുക്ക് നമ്മുടേതായ രീതികൾ തന്നെയാണ് ശരി. അവിടെ അവർക്ക് അവരുടേതായ സ്റ്റൈലുണ്ട്, അവരുടേതായ അഭിനയത്തിൻ്റെ രീതികളുണ്ട്, ജീവിത സമ്പ്രദായങ്ങളുണ്ട്. അവിടെ ചെന്നുകൊണ്ട് ഈ കഥയെ അവരിലേക്ക് നമ്മൾ പറിച്ചു നടയണം. അവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ കഥ രണ്ടാമത് ചിന്തിക്കുകയാണ്. അതിനകത്തും ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ത്രില്ലുണ്ട് അതിനകത്ത്. ശരിക്കും ഒരേ സിനിമ തന്നെ റീമേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന് ഈ കഥയെ നമ്മൾ അവിടെ കണ്ടെത്തുകയാണ്, ഈ കഥാപാത്രത്തെ നമ്മൾ അവിടെ കണ്ടെത്തുകയാണ്. അതിൽ വരുന്ന വിജയമാണ് വലിയ സക്സസ് ആയിട്ട് തോന്നുന്നത്. കാരണം നമുക്കറിയാൻ പാടില്ലാത്ത ഭാഷയാണ്. അപ്പം ഞാനവിടെ ചെന്ന് അതൊക്കെ മനസ്സിലാക്കണം, പഠിക്കണം, അവരുടെ രീതികൾ എന്താണെന്ന് ഏകദേശം ഒരു ധാരണ എനിക്കുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്.
എനിക്കൊരു മലയാള സിനിമ എടുക്കുമ്പോഴുള്ള ടെൻഷൻസ് തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ വേറെ ടെൻഷൻസ് ഒന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മലയാള സിനിമ എടുക്കുമ്പോഴും തമിഴിൽ പോയി തമിഴ് സിനിമ എടുക്കുമ്പോഴും തെലുങ്കിൽ പോയി ഒരു തെലുങ്ക് സിനിമ എടുത്തപ്പോഴും ഇപ്പോൾ ഹിന്ദിയിൽ പോയി ഹിന്ദി സിനിമ എടുത്തപ്പോഴും ഒക്കെ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ സബ്ജക്റ്റാണ്. അത് പറയാനുള്ള ഒരു ശ്രമമാണ് എൻ്റെ. അല്ലാതെ ഞാൻ അവിടെ പോയിട്ട് ഇവരോടൊന്നും ഗുസ്തി പിടിച്ച് ജയിക്കാനല്ലല്ലോ പോകുന്നത്, അല്ല എനിക്ക് പറ്റാത്ത കാര്യം ചെയ്യാനല്ല ഞാൻ പോകുന്നത്. ഈ കഥ എനിക്കാണ് ഏറ്റവും നന്നായി അറിയാം എന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ഈ കഥ ലോകം തന്നെ അറിയുന്നത്, എൻ്റെ കഥ. അപ്പോൾ ഈ കഥയുടെ എല്ലാ കോർണറും തിരിച്ചറിയാവുന്ന ഒരാൾ ഞാനെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസാണ് എല്ലാ സ്ഥലത്തും എന്നെ നിലനിർത്തുന്നത്. അതിവിടെയാണെങ്കിലും ഇപ്പോൾ മമ്മൂട്ടിയെ പോലുള്ള മഹാനടൻ, മോഹൻലാലിനെ പോലുള്ള മഹാനടന്മാരെയൊക്കെ വെച്ച് അഭിനയിപ്പിക്കുമ്പോൾ അവരെക്കാളും മികച്ച അഭിനേതാവൊന്നുമല്ല ഞാൻ. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഈ കഥ എൻ്റെ കഥയാണ്. ഈ കഥാപാത്രം എങ്ങനെയാണ് പ്രതികരിക്കുക, എങ്ങനെയാണ് നിൽക്കുക, എങ്ങനെയാണ് സംസാരിക്കുക എന്നൊക്കെ അവരെക്കാളും കൂടുതൽ ഇഷ്ടം എനിക്കാണ്. ഞാനാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ കഥാപാത്രം ഇങ്ങനെയാണ് ഈ സിറ്റുവേഷൻ, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. അതാണ് അവരുടെ മേൽ എൻ്റെ ഉള്ള കോൺഫിഡൻസ്. അല്ലാതെ അവരുടെ ഒരു ടാലൻറ്റിനെ ആയിട്ട് എനിക്ക് പോയി മത്സരിക്കാൻ അല്ല ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് ഞാൻ അവരുമായിട്ട് ഒരു അഭിനയ മത്സരത്തിനാണ് പോകുന്നതെങ്കിൽ ഞാൻ മുട്ടിടിച്ച് തന്നെ നിൽക്കണം. കാരണം എനിക്കറിയാം മമ്മൂട്ടിയുടെ മുമ്പിലോ മോഹൻലാലിൻ്റെ മുമ്പിലോ നിൽക്കാൻ പറ്റുന്നൊരു നടനല്ല ഞാനെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആ കോൺഫിഡൻസിൻ്റെ പാർട്ട്, ഇതേ കോൺഫിഡൻസ് എനിക്ക് തമിഴിൽ ചെയ്യുമ്പോഴും ഉണ്ട്, ഹിന്ദിയിൽ പോയി ചെയ്തപ്പോഴും ഉണ്ട്. സൽമാൻ ഖാൻ്റെ മുമ്പിൽ പോയിട്ട് പോയി ഈ സിനിമയും ഈ കഥാപാത്രത്തെയും പറ്റി പറയുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻ്റാണ്. ഞാൻ വളരെ കോൺഫിഡൻ്റാണ് ആ കാര്യത്തിൽ. അപ്പോൾ എൻ്റെ കഥയാണ് എൻ്റെ കോൺഫിഡൻസ്, അല്ലാതെ എൻ്റെ ഭാഷയല്ല. എൻ്റെ ഭാഷ എന്ന് പറയുന്നത് സിനിമയാണ് എൻ്റെ ഭാഷ. ആ ഭാഷയിൽ പറയാൻ എനിക്കറിയാം, ഈ കഥ പറയാൻ എനിക്കറിയാം. ചിലപ്പോൾ റാവൺ എന്ന് പറയുന്ന സിനിമ പറയാൻ എനിക്കറിയാൻ പാടുന്നു വരില്ല, അല്ലെങ്കിൽ വേറൊരു സിനിമ പറയാൻ എനിക്കറിയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ കഥ സിനിമയാക്കാൻ, ഈ കഥ ഏത് ലാംഗ്വേജിലും ലോകത്തിലെ ഏത് ഭാഷയിലേക്കും സിനിമയാക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റും. ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ തിരിച്ചറിവാണ്. ഞാൻ പറയുന്നത് എൻ്റെ കഥാപാത്രത്തെക്കുറിച്ചാണ്, അല്ലാതെ ഇങ്ങനെ അഭിനയിക്കണമെന്ന് ഞാൻ സൽമാനോടൊന്നല്ല ഒരു ആർട്ടിസ്റ്റിനോടും ഞാൻ പറയാറില്ല. ഞാൻ എൻ്റെ കഥാപാത്രം ഇങ്ങനെയാണെന്നാണ് പറയുക. അത് അവർ മനസ്സിലാക്കിയിട്ട് ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല വരുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അഭിനയിച്ചത് ശരിയായില്ല അതൊരിക്കലും ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പറയും, ഇയാൾ ഇങ്ങനെ ചെയ്യില്ല, കാരണം ഇതാണ് ഇയാളുടെ ഒരു ബേസിക് ക്യാരക്ടർ. ഈ സ്ഥലത്ത് ഇയാൾ ഇങ്ങനെ റിയാക്ട് ചെയ്താൽ ഈ കഥാപാത്രത്തിന് ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ആളുകൾക്കൊരു ഡൗട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയല്ല. അപ്പോൾ അവർക്ക് എങ്ങനെയാണ്, അതിവിടെ മമ്മൂക്കയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഒക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇയാളുടെ ഒരു ടീച്ചർ. അപ്പോൾ അവരും ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളാണ്. അവർ എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നടന്മാർ. അവരുടെ മനസ്സിലെ കഥാപാത്രത്തെ മനസ്സിലാക്കിയിട്ട് അവർ രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറയും. അല്ലാതെ അവരെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പോയി ആ പൊസിഷനിൽ നിന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കലല്ല എൻ്റെ രീതി. അവരുടെ മനസ്സിലേക്ക് എൻ്റെ കഥാപാത്രങ്ങളെ കയറ്റിവിട്ടിട്ട് അവരിൽ നിന്ന് ഏറ്റവും നല്ല ഒരു പ്രകടനം പുറത്തെടുക്കുക എന്നുള്ള, അപ്പോൾ അതാണ് എൻ്റെ ജോലി. അത് ഏത് നടനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആകുന്ന ഒരു ഏരിയയാണ്. അവർക്ക് സന്തോഷമാണ് അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ ഈ ക്യാരക്ടറെ ഡീറ്റെയിൽ ചെയ്യും തോറും അവർ വളരെ ത്രിൽഡ് ആവും. ശരിക്കും അത് ശരി. അപ്പോൾ അവർക്ക് പുതിയ പല കാര്യങ്ങളും അതിനകത്തേക്ക് ആഡപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൽമാൻ എന്നല്ല, എനിക്കിവിടെയുള്ള മലയാള നടന്മാരെ പോലെ തന്നെ വളരെ നല്ല കോപ്പറേഷനായിരുന്നു സൽമാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എൻ്റെ ഈ ഇടപെടൽ അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വേറെ മറ്റ് ഏരിയകളിലൊന്നും എനിക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ഏരിയയാണ്. അതിൽ ഈ കഥ വളരെയധികം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് സൽമാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. ഈ കഥാപാത്രത്തെ വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് സൽമാൻ വന്നത്. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ, ആ കഥയുടെ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് താല്പര്യമുള്ള വേറെ വിഷയങ്ങളോ താല്പര്യമില്ലാത്ത വേറെ വിഷയങ്ങളോ എൻ്റെതും ആയിട്ട് ക്ലാഷ് ആകുന്നില്ലല്ലോ. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഞാനും എനിക്ക് അദ്ദേഹവും വളരെ കംഫർട്ടബിളായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അത് ഓരോരുത്തരുടെ
ത്രില്ലാണ്. ഓരോരുത്തരുടെ ത്രില്ല് എന്തിനെ അടിസ്ഥാനമാക്കി ആണ് ഓരോരുത്തരുടെ ത്രില്ല് നിൽക്കുന്നതെന്നുള്ളത്. ചിലർക്ക് ത്രില്ല് പണം ഉണ്ടാക്കുന്നതിലായിരിക്കും, ചിലർക്ക് ത്രില്ല് അവാർഡുകൾ കിട്ടുന്നതിലായിരിക്കും, ചിലർക്ക് ത്രില്ല് എന്താ പറയുക, നല്ല കളക്ഷനൊന്നും വേണ്ട, നല്ല എനിക്കിഷ്ടമുള്ള സിനിമ, അത് പ്രേക്ഷകർ ഇഷ്ടമുണ്ടോ ഇല്ല, അങ്ങനെയായിരിക്കും. ഓരോരുത്തരുടെയും സ്വഭാവവും ത്രില്ലും അനുസരിച്ചിട്ടാണ് ആ ഡിസിഷൻ വരുന്നത്. എൻ്റെ ത്രില്ല് എനിക്ക് കഥ ഉണ്ടാക്കുന്നത് മുതൽ ത്രില്ലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരുടെയെങ്കിലും കഥയെടുത്തൊരു എളുപ്പം പണിക്ക് നീങ്ങാത്തത്. അപ്പോൾ എൻ്റെ ആ ത്രില്ല് നഷ്ടപ്പെടും. എനിക്ക് ആ കഥ ഉണ്ടാക്കുന്നതിനകത്തും എനിക്ക് ത്രില്ലുണ്ട്, അതുപോലെ അതിനകത്ത് സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുന്നതിനകത്തും എനിക്ക് ത്രില്ലുണ്ട്, അതിന് ഡയലോഗുകൾ എഴുതുമ്പോഴും എനിക്ക് ത്രില്ലുണ്ട്, സംവിധാനം ചെയ്യുമ്പോഴും എനിക്ക് ത്രില്ലുണ്ട്, സിനിമ ഇറങ്ങി വരുമ്പോഴും ത്രില്ലുണ്ട്, പിന്നെ പൈസ കിട്ടുമ്പോഴും ത്രില്ലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട് എന്ന് വെച്ചിട്ട് പണം കിട്ടുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പോകാൻ എനിക്ക് പറ്റില്ല. മറ്റുള്ളവർ അങ്ങനെ പോകുന്നവരാണെന്ന് ഞാൻ കുറ്റം പറയുകയല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ഈ ത്രില്ലുകളൊന്നും നഷ്ടപ്പെടാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഓഫറുകളും ഉണ്ട്, പണവും കൊണ്ട് എൻ്റെ പിന്നാലെ പ്രൊഡ്യൂസർ വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ ത്രില്ല് ഈ കഥ ഉണ്ടാക്കുക എന്ന് പറയുന്നതിനകത്ത് ഇരിക്കെളുപ്പം. അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് അതിനകത്തൊരു കഥ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന വരുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് ഞാൻ ആദ്യ സിനിമ മുതൽ ആസ്വദിച്ചു വരുന്നത്. അതൊന്നും എനിക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പോകുന്നത്. എൻ്റെ രീതിയല്ല മറ്റു പലർക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ഓരോരുത്തരുടേതായ രീതി, അത് തെറ്റാണ് എൻ്റെതാണ് ശരിയെന്നും അല്ല, എൻ്റെത് ശരിയാണ് എനിക്ക് തോന്നുന്നത് പോലെ അവർക്ക് തോന്നും ഇയാളെന്തൊരു വിഡ്ഢിയാണ് എന്ന് തോന്നും. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഞാൻ വിഡ്ഢിയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കംഫർട്ടബിളാണ്. അത് വളരെ സിമ്പിളാണ്. അതായത് എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും, ഞാൻ ഇടപഴകുന്ന ആളുകൾക്ക് എന്നെക്കുറിച്ച് ഞാനുമായിട്ടുണ്ടാകുന്ന ഇൻട്രാക്ഷനിൽ അവർക്ക് തോന്നുന്ന ഫീലല്ലേ. ഞാൻ ഇടപഴകാൻ തുടങ്ങുന്ന ആളുകൾ എന്ന് തുടങ്ങിയ ആളുകളാണ് അല്ലേ, അങ്ങനെ തന്നെയാണ്. അവർക്ക് ഞാൻ അവർക്കും. അവരോട് എനിക്ക് എൻ്റെ സിനിമകൾ ഓടി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് വേറെ ആളായിട്ട് ഞാൻ എങ്ങനെയാണ് അവരോട് സംസാരിക്കുക? ഇവൻ്റെ സിനിമയൊക്കെ ഓടിയാണ്, ഇവൻ ഇപ്പോൾ ബോളിവുഡിലെ വലിയ സംവിധായകനാണ് എന്ന് പറയുന്ന അവൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഉണ്ടാകണമെന്നില്ല. അത് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കവൻ പഴയ ആളും ഞാൻ എപ്പോഴൊക്കെ പണ്ടുണ്ടായിരുന്നു ആ റിലേഷൻ തന്നെയല്ലേ. എൻ്റെ ഒരു സിനിമ ഓടിയെന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ വൈഫിൻ്റെ അടുത്ത് ജാട കാണിക്കാൻ പറ്റുമോ? ഞാൻ പണ്ടുണ്ടായിരുന്ന പോലെയല്ലേ. എൻ്റെ മക്കളോട് എനിക്ക് അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റും, എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് അങ്ങനെയല്ലേ പെരുമാറാം, എൻ്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒക്കെ എനിക്ക് അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റും, എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ പെരുമാറ്റമാണ് എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ആകുന്നതിന് മുൻപുള്ളതാണ് എൻ്റെ ചുറ്റുമുള്ളവർ. അപ്പോൾ എനിക്കെന്തെങ്കിലും ആയി എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് മാറിയാൽ അവരെന്താ വിചാരിക്കുക? അപ്പോൾ എനിക്കങ്ങനെ മാറാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അന്തരീക്ഷം എന്ന് വെച്ചിട്ട് എനിക്കൊരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നാൽ ഞാനിങ്ങനെയൊന്നും ആകണമെന്നില്ല. ഞാൻ വളരെ റിസർവ്ഡ് ആയിരിക്കും, കാരണം എനിക്ക് ആരെയും അവിടെ പരിചയമില്ല. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരെയോടും കുശലം ചോദിക്കുകയോ സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യണമെന്നില്ല, കാരണം എന്നെ അവിടെ ആർക്കും അറിയില്ല. അപ്പോൾ അവർ കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുക, അപ്പോൾ ഞാനും കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുക. അത് ആ ഏരിയയിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതല്ല നമ്മുടെ ബേസിക്. അത് നമ്മുടെ ഒരു അപരിചിതമായ ഒരു സ്ഥലത്ത്, അത് ഞാൻ ഇങ്ങനെയല്ല എങ്കിൽ പോലും ഞാൻ അങ്ങനെയായിരിക്കും. ഒരു അപരിചിതമായ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു അപരിചിതത്വം ഉണ്ടാവും. നമ്മൾ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീല് നമുക്കുണ്ടാകും. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ബേസിക്കൽ നമ്മൾ തന്നെയാണല്ലോ. അപ്പോൾ ഇത് ബോധപൂർവം മാറ്റുന്നതും മറ്റവരാണ്. അതായത് നമ്മൾ ഇത്തരം ഒരു വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു കുറേ സാമ്പത്തികമായിട്ട് കുറേ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മാറ്റുന്നവരാണ്. അവർ ബോധപൂർവം അവരുടെ ജീവനെ മാറ്റുകയാണ്, അവരാണ് ചെയ്യുന്നത്. ഞാനൊരിക്കലും ബോധപൂർവം ഞാൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, എന്നെ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നില്ല, ഞാൻ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ സിനിമ എന്നുള്ളത് വിടുക, ഒരു പോലീസ് ഓഫീസറായിട്ട് ഒരാൾക്ക് ഇത് കിട്ടി, ഒരു ടെസ്റ്റ് എഴുതി ഇൻസ്പെക്ടറായിട്ട് ഇതിന് കിട്ടി. അടുത്ത ദിവസം മുതൽ ഇയാളുടെ ബോഡി ലാംഗ്വേജ് മാറുകയാണ്.
അത് അവരിങ്ങനെ ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. പിന്നെ ഈ വ്യക്തി കല്യാണ വീട്ടിൽ പോയാലും ഭാര്യയുടെ അടുത്ത് പോയാലും, അപ്പോൾ അതൊക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് തമാശയാണ് അവരെ കാണുമ്പോൾ. അങ്ങനെ ഒരു തമാശക്കാരനാകാൻ എനിക്ക് സാധിക്കില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ബേസിക് സംഭവം. എനിക്കറിയാം നമ്മളല്ലാതെ ആകുന്നു, എവിടെയൊക്കെ ഞാനല്ലാതെ ആകുന്നു എന്ന് എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ചമ്മൽ വരും, അയ്യോ ഞാനെന്തിനാ ഇവിടെ ഇങ്ങനെ ആകുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ എന്നിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇത് ബോധപൂർവം അങ്ങനെ ആകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ അങ്ങനെ ആക്കാതിരിക്കാനാണ് ഞാനത് ശ്രദ്ധിക്കാറ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഏതവസ്ഥയിലും ഞാൻ ഈ ഒരു റീതിങ്കിങ് എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം ഇതൊന്നും എൻ്റെ സ്വപ്നത്തിൻ്റെ അങ്ങേ അറ്റത്ത് പോലും ഇല്ലാതിരുന്ന കാര്യങ്ങളാണ്. ഞാനങ്ങ് പോവുകയാണ്. പോകുമ്പോൾ വന്ന് ചേരുകയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എവിടെയാണോ നിൽക്കുന്നത്, അവിടെ ഞാൻ എന്താണോ ചെയ്യുന്നത്, അതിൽ ഞാൻ 100% ഡെഡിക്കേറ്റഡാണ്. അതിനകത്ത് കിട്ടുന്ന പണമോ അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന പ്രശസ്തിയോ ഒന്നുമല്ല എന്നെ അവിടെ കൊണ്ടുപോകുന്നതും നിലനിർത്തുന്നതും. എനിക്കതിനോടുള്ള ഒരു സിൻസിയറിറ്റിയാണ്. അവിടെ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ആണെങ്കിലേ ഞാൻ അതിന് പോവുകയുള്ളൂ, അതിന് നിൽക്കുകയുള്ളൂ. ആ ഇഷ്ടം എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ത്രില്ല്. അതിന് ഞാൻ മാക്സിമം അതിനു വേണ്ടി വർക്ക് ചെയ്യും. അതിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടോ ഒക്കെയാണ് എന്നെ ഞാനറിയാതെ അടുത്ത സ്ഥലത്തേക്ക് തള്ളിക്കൊണ്ട് പോകുന്നത്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പലരും എന്നെ ഇതേപോലെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഞാൻ അവിടെയും സിൻസിയറായിട്ട് ചെയ്യുന്നു. അതും സക്സസ്സും നല്ല റിസൾട്ടും ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും ആളുകൾ എന്നെ തള്ളി അങ്ങനെ കൊണ്ടുപോയി ഹിന്ദിയിൽ കൊണ്ടുപോയി നിർത്തി എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്നും പ്ലാൻഡ് അല്ല. പ്ലാൻ ചെയ്തിട്ട് വരുന്നവരുണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്. പ്ലാൻ ചെയ്തിട്ട് വരുന്നവരും ഉണ്ടാവും, അതുണ്ടാവും. കൃത്യമായ പ്ലാൻ ചെയ്തു ഇങ്ങനെ എത്താം, കൃത്യമായി പ്ലാൻ ചെയ്യാതെയും ഇങ്ങനെ എത്താം. സിൻസിയറായിരിക്കണം. നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ സിൻസിയറായിട്ട് ജോലി ചെയ്താൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും, നമുക്ക് അംഗീകാരം തരും. അവർ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത വഴി ഇതാണ്, നമ്മുടെ അടുത്ത വഴി എന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിന്നിരുന്ന സ്ഥലം നമുക്ക് വളരെ ദൂരെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇത്രയും ദൂരത്ത് ഞാൻ വന്നോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. അപ്പോഴും നമ്മൾ അവിടെ എന്തുമാത്രം സിൻസിയറിറ്റി അല്ലെങ്കിൽ ഒരു സിൻസിയറായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരുന്നത്, അതേപോലെ ഇവിടെയും നമ്മൾ അതേ സിൻസിയറിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മ, ആരോഗ്യം ഇതൊക്കെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. എങ്കിൽ പോലും കഠിനാധ്വാനം ഒക്കെ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ നിന്നും നല്ല റിസൾട്ട് ഉണ്ടാകുകയും വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നീക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒന്നും പ്ലാൻഡ് അല്ല. എൻ്റെ ജീവിതത്തിൽ ഒന്നും പ്ലാൻഡ് അല്ല. എൻ്റെ വിവാഹം പോലും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, നിൻ്റെ കല്യാണമാണ് ഇത്ര ദിവസം. ഓക്കെ, എല്ലാം അങ്ങനെയാണ്. ഒന്നിനും എനിക്ക് തർക്കങ്ങളില്ല. നീ ഇന്നത് ചെയ്യണം അത് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യുകയാണ്. ആ രീതി ഞാൻ ഇന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് ശരി എന്ന് അല്ല ഞാൻ പറയുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. എൻ്റെ നേച്ചറിന് ഇത് ശരിയാണ്, എൻ്റെ രീതികൾക്ക് ഇത് ശരിയാണ്. വേറൊരാൾക്ക് ഇത് ശരിയാകണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ കൃത്യമായ പ്ലാനിങ്ങും എങ്ങനെയാണ്, എവിടെയാണ്, എന്താണ് ചെല്ലേണ്ടതെന്നൊക്കെ ഉള്ള ഒരു രീതിയിലായിരിക്കും പോകേണ്ടത്. രണ്ട് വിധത്തിൽ നടക്കും, രണ്ട് വിധത്തിലും നമുക്ക് സക്സസ് കൊണ്ടുവരാം. പക്ഷേ രണ്ടിടത്തും നമുക്ക് സിൻസിയറായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവണം, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, ഹാർഡ് വർക്കും ഉണ്ടാവണം. തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. കുഞ്ഞുനാൾ മുതലുണ്ട്. ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. പല സ്കൂളിലൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ അധ്യാപകരോട് ഞാൻ പറയാറുണ്ട്, ഒരിക്കലും നിങ്ങൾ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യരുത്, വേദനിപ്പിക്കരുത്. അത് കുട്ടികളുടെ മനസ്സിൽ കിടക്കും. അങ്ങനെ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ അധ്യാപകർ എന്നെ വേദനിപ്പിച്ചു. അതായത് അന്ന് ഞാൻ 5-ലോ 6-ലോ മറ്റോ പഠിക്കുകയാണ്, കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട്. അപ്പോൾ എനിക്കന്ന് ഓൾ കേരള മോണോ ആക്ട് മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടി. അത് മറ്റേ ബാലജനസഖ്യം അഖില കേരള അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ നടത്തിയ ഒരു കലാമത്സരങ്ങളുടെ ഇതിനകത്ത് മോണോ ആക്ടിന് എനിക്കാണെന്ന് സമ്മാനം കിട്ടിയത്. അപ്പോൾ കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സമ്മാനം കിട്ടിയത് പേപ്പറിൽ വന്നു. അങ്ങനെ ഹെഡ് മാസ്റ്റർ എന്നെ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ ആ ട്രോഫി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഹെഡ് മാസ്റ്റർ ട്രോഫി അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു, അടുത്ത ദിവസം അസംബ്ലിയിൽ വെച്ചിത് തരാം
എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ എനിക്കും ഹെഡ് മാസ്റ്റർക്കും എൻ്റെ ചെറിയ സൗഹൃദ സംഘത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അവിടെ ചെന്നു. അങ്ങനെ വരാന്തയിൽ ഇങ്ങനെ അധ്യാപകരും പ്രധാന അധ്യാപകനൊക്കെ നിൽക്കുകയും കുട്ടികൾ ഇങ്ങനെ വരാന്തയ്ക്ക് മുമ്പിൽ മുറ്റത്തിങ്ങനെ നിരന്ന് നിൽക്കുകയും അസംബ്ലിക്ക് നിൽക്കുന്ന ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ അസംബ്ലിയിൽ വെച്ചിട്ട് ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നമ്മുടെ സ്കൂളിൽ നിന്നൊരു കുട്ടി, ഒരു വിദ്യാർത്ഥി, ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥി ഇങ്ങനെ അഖില കേരള മത്സരത്തിൽ മോണോ ആക്ടിന് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് 6ാം ക്ലാസ് A ഡിവിഷനിൽ പഠിക്കുന്നു. സിദ്ദിഖ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും കൂടി കൈയടിക്കുകയും ഞാനങ്ങനെ കൈയടി കേട്ടുകൊണ്ട് നേരെ ചെല്ലുകയും ആ കുട്ടിക്ക് ഇവിടെ വെച്ച് ആ സമ്മാനം കൊടുക്കുന്നു. അന്ന് ഞാൻ വാങ്ങിച്ച സമ്മാനം അവിടെ വെച്ചിട്ട് എൻ്റെ ഹെഡ് മാസ്റ്റർ അവിടെ വെച്ച് തരികയും ആ സമ്മാനം വാങ്ങിച്ച് തിരിയാൻ പോകുമ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അന്ന് അവിടെ മത്സരത്തിന് അവതരിപ്പിച്ച ഐറ്റം ഒന്നുകൂടെ കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വേഗം അത് താഴെ എൻ്റെ ട്രോഫി വെച്ചിട്ട് മൈക്ക് വെച്ചിട്ട് ഞാൻ ആ മോണോ ആക്ട് അവിടെ അവതരിപ്പിച്ചു. കുട്ടികൾ വീണ് കിടന്ന് ചിരിച്ചു, എല്ലാവരും കൈയടിച്ചു. അങ്ങനെ ഞാൻ ആ സമ്മാനം എടുത്തു. കയ്യടിയുടെ അകമ്പടിയിൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ മതിലിനോട് ചേർന്ന് അധ്യാപകർ നിൽക്കുന്നുണ്ട്, ടീച്ചേഴ്സ് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അതിൽ എൻ്റെ ക്ലാസ് അധ്യാപികയും നിൽപ്പുണ്ട്, 6ാം ക്ലാസ്സിലെ. ആ അധ്യാപിക പറയുന്നത് എനിക്ക് കേൾക്കാം. ഈ കയ്യടിയുടെ ഇടയിൽ ഞാൻ കേട്ടത് അതാണ്, ഇങ്ങനെ കോമാളിത്തരം കാണിക്കാൻ കൊള്ളാം, വേറെ ഒന്നിനും കൊള്ളില്ല.